ആവേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ബാലന്മാരും വൃദ്ധന്മാരും യുവതി യുവാക്കള് ആത്മാവിൽ ജ്വലിക്കട്ടെ. നീ വിശ്വസിച്ചേ, ആഗ്രഹിക്കണം, ചേർന്ന് പ്രാർത്ഥിച്ചേ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. സംഭവിക്കട്ടെ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. പ്രത്യേകിച്ച് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവേ, എൻ്റെ വീട്ടിൽ ഇന്ന വിഷയം, ഇന്ന വ്യക്തിക്ക് വേണ്ടി ഞാൻ വല്ലാണ്ട് ഭാരപ്പെടുന്നു. ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് നിറയണം. പ്രത്യേകിച്ച് നീ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ്റെ മകൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ മകൻ്റെ അവസ്ഥയിൽ പരിശുദ്ധാത്മാവ് നിറയണം. എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? നമുക്കറിഞ്ഞുകൂടെ ചില മാതാപിതാക്കൾ വിഷമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, മകനെ ഓർത്തും മകളെ ഓർത്തും വിഷമിക്കുന്നുണ്ടെന്ന്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ആ മക്കളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്ക്. ബാലന്മാർ വൃദ്ധന്മാർ യുവതി യുവാക്കള് പരിശുദ്ധാത്മാവിൽ നിറയട്ടെ. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ഓ ഹോളി സ്പിരിറ്റ്. ബാലന്മാർ വൃദ്ധന്മാർ യുവതികൾ യുവാക്കന്മാർ ആത്മാവിൽ ജ്വലിച്ചിടട്ടെ. ആമേൻ. സകല ജഡത്തിന്മേലും യേശുവിനാൽ ശക്തിയായി വെളിപ്പെടുന്നു. സകല ജഡത്തിന്റെ മേലും യേശുവിനാത്മാവ് ശക്തിയായി വെളിപ്പെടുന്നു. ഓ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവെ ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുക്കുന്നു. ഈ ശുശ്രൂഷ സമയം ഓരോ വ്യക്തിയുടെ മേൽ അത്ഭുതകരമായിട്ട് നിറയട്ടെ. ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെട്ടിരിക്കുന്നു, ചിന്തയിൽ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു സകല വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുന്നതിന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ഹോളി സ്പിരിറ്റ്, എന്റെ മേൽ അത്ഭുതകരമായിട്ട് നിറയപ്പെടട്ടെ. രണ്ട് കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അത്ഭുതകരമായിട്ട് നിറയപ്പെടുന്ന സമയം കർത്താവിന്റെ കാരുണ്യമാണ് നിന്നിൽ ഒഴുകുന്നത്. നീ വിഷമിക്കേണ്ട കാര്യമില്ല, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. സാമ്പത്തിക തകർച്ചയിലുള്ള കുടുംബമേ വിഷമിക്കേണ്ട. പരിശുദ്ധാത്മാവിനെ ചേർത്ത് പിടിച്ചോ. പരിശുദ്ധാത്മാവ് എന്തു ചെയ്യണമെന്ന്, എങ്ങനെ പെരുമാറണമെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കും. നീ വിഷമിക്കേണ്ട, നീ ഭാരപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെടുന്ന സമയം ഓരോ വ്യക്തിയും അത് ഏറ്റെടുക്കട്ടെ. യെസ്, പരിശുദ്ധാത്മാവ് എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം. ഓ ഹോളി സ്പിരിറ്റ്, ഈ ശുശ്രൂഷ സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിറയട്ടെ. ഈ പോട്ട ആശ്രമത്തില് ഈ സമയം ഇവിടെ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുമ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ദൈവജനം നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക്, നിന്റെ ജീവിത ചുറ്റുപാടിലേക്ക്, നിന്റെ ചിന്തകളിലേക്ക്, നിന്റെ വികാര വിചാരങ്ങളിലേക്ക്, നിന്റെ ആലോചനകളിലേക്ക്, നിന്റെ ഇന്നലകളിലെ കൈപ്പേറിയ അനുഭവങ്ങളിലേക്ക്, നിന്റെ ജീവിതത്തിന്റെ സ്വപ്നങ്ങളിലേക്ക്, പ്രതീക്ഷകളിലേക്ക്, നിയോഗങ്ങളിലേക്ക് അത്ഭുതകരമായിട്ട് നിറയട്ടെ. ആത്മാവിൽ ആരാധന, ആത്മാവിൽ ആരാധന, തീയായി അഭിഷേകമേ. ആത്മാവിൽ ആഗ്രഹിക്കട്ടെ, തീയായി. ഓരോ വ്യക്തിയും വിശ്വസിച്ച് നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഇതെന്നിൽ സംഭവിക്കട്ടെ ഏറ്റെടുക്കുക. കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്കറിയാവുന്നൊരു വചനമാണ്, ഒന്ന് ശ്രദ്ധിച്ചൊന്ന് വായിച്ചേ. 12-ാം അധ്യായം 12-ാം തിരുവചനം. അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ. യെസ്. എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം. യെസ്. അടുത്ത വചനം വായിച്ചേ. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി കേട്ടോ, ചുരുങ്ങിയ സമയമേ ഉള്ളൂ എന്നറിഞ്ഞ് പിശാച്
നിങ്ങളുടെ അടുത്തേക്ക്, എൻ്റെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്ന്. നമ്മുടെ ജീവിതത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ പിശാച് പല തരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ഒരു വചനം കൂടെ വായിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാകും. ഇതൊരു യുദ്ധഭൂമിയാന്ന് മനസ്സിലാകും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാം തിരുവചനം. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. ഹല്ലേലൂയ. ഒരു യുദ്ധമുഖം തുറക്കപ്പെട്ടു. സാത്താനെതിരായിട്ടുള്ളൊരു യുദ്ധം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാവോ? നിനക്ക് ഈ ഭൂമിയിൽ ഒരു യുദ്ധഭൂമിയിലാണെന്നുള്ള അവബോധം വേണം. നിന്റെ ശത്രു ആരാണെന്ന് നീ അറിഞ്ഞിരിക്കണം. ശത്രുവിനെതിരെ ആയുധങ്ങൾ നീ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ കയ്യിൽ ഒരു തോക്കുണ്ടെന്ന് വിചാരിച്ചോ, അത് പൊട്ടിക്കാനും നിനക്കറിയാം. പക്ഷേ ആർക്കെതിരെയാണ് പൊട്ടിക്കേണ്ടെന്നറിയാൻ പാടില്ലെങ്കിൽ എന്ത് കാര്യം? കയ്യിൽ തോക്കിരിപ്പുണ്ട്, ആയുധം കയ്യിലുണ്ട്, വെടിവെക്കാനും അറിയാം. ഇത് ആർക്കെതിരെ വെടിവെക്കണമെന്നറിയാൻ പാടില്ലെന്ന്. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെ വീട്ടിലൊക്കെ ഇരുന്നുണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ സ്വസ്ഥത നശിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യുദ്ധം ചെയ്യേണ്ടത് തിന്മയ്ക്കെതിരെയാണ്, വ്യക്തികൾക്കെതിരെ അല്ല. വീണ്ടും ആവർത്തിക്കുന്നു കേട്ടോ, വ്യക്തികൾക്കെതിരെ അല്ല, മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള തിന്മയ്ക്കെതിരെ വേണം യുദ്ധം ചെയ്യാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ ഒരു യുദ്ധക്കളത്തിലാണ്. നമ്മൾ എവിടെയാണ്? യുദ്ധഭൂമിയിലാണ്. നമ്മൾ ആർക്കെതിരെ യുദ്ധം ചെയ്യുന്നു? സാത്താനെതിരെ യുദ്ധം ചെയ്യുന്നു. നമ്മുടെ കയ്യിലുള്ള ആയുധം ഇത് ദൈവത്തിൻ്റെ ആയുധങ്ങളാണ്, നമ്മുടെ മാനുഷിക കഴിവുകളല്ല. ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് നമ്മൾ തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ ശത്രു ആരാണെന്ന് കണ്ട് ആ ശത്രുവിനെ തകർക്കാൻ നമുക്ക് ലക്ഷ്യബോധം വേണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ഭാരപ്പെടും, നമ്മൾ ക്ഷീണിച്ചു പോവും, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് നമ്മുടെ ബലം കുറയും. ഒരു അയൽവാസികൾ അതിർത്തി പ്രശ്നമാണ്. അവർക്ക് സ്വത്തില്ലാത്തവരൊന്നും അല്ല കേട്ടോ, ഇല്ലാത്തവരൊന്നും അല്ല, ഉള്ളവരാണ്. പലപ്പോഴും അങ്ങനെയാണല്ലോ, ഉള്ളവർക്കാണല്ലോ ആക്രാന്തം കൂടുതൽ അല്ലേ. ഈ ഉള്ള സ്വത്തുള്ളവരാ. എന്നിട്ട് അതിർത്തിയുടെ പേരിൽ, അതിലേക്കൂടെ ഒരു വഴിയുണ്ട്, അതിൻ്റെ പേരിൽ എല്ലാ ദിവസവും വഴക്ക്, എല്ലാ ദിവസവും വഴക്ക്. എന്ത് കാര്യത്തിന്? ഇവർ ഈ മണ്ണും പിടിച്ചോണ്ടാണോ പോകാൻ പോണത്? ഇവരിത് വല്ലതും ആസ്വദിക്കുന്നുണ്ടോ? അവരുടെ മക്കളൊക്കെ വിദേശങ്ങളിലൊക്കെ എത്തി, മക്കളൊക്കെ പറഞ്ഞു ഈ വിഷയത്തിൽ ഞങ്ങൾ ലീസ്റ്റ് ബോധേഡാണ്. എന്തിനാണ് ഈ അപ്പനും അമ്മയും എല്ലാ ദിവസവും കിടന്നുകൊണ്ട് ഈ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതൊന്നും നമ്മൾ കൊണ്ടുപോകുമ്പോഴല്ലെന്നോ മക്കൾ പറയുന്നു, അപ്പനും അമ്മയും പറയുന്നു പാരമ്പര്യമായിട്ട് കിട്ടിയ സമ്പത്താണ്, അതങ്ങനെ അന്യാധീനമാക്കാൻ പറ്റുമോ? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ അവനൊരു പാഠം പഠിപ്പിക്കണം. രാവിലെ മുതൽ 24 മണിക്കൂറും ഈ കുടുംബനാഥൻ ചിന്തിക്കുന്ന എന്നാണെന്നറിയാവോ? ഇയാളെ അയൽവാസിനെ എങ്ങനെ ഒരു പാഠം പഠിപ്പിക്കാം, അയാളെ എങ്ങനെ ശരിയാക്കാം, അയാളെ എങ്ങനെ കുടുക്കിലാക്കാം, അയാളെ എങ്ങനെ ശരിയാക്കും. ഇത് രാവിലെ മുതൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിച്ച് കോടതി കയറി ഇറങ്ങി കയ്യിലൊരു ഡയറിയും പിടിച്ചുകൊണ്ട് രാവിലെ കോടതിക്ക് പോകും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ജീവിതകാലം മുഴുവൻ എന്ത് കാര്യത്തിന് നീ യുദ്ധം ചെയ്യുന്നത് ആരോടാണ്? നീ ആരോടാണ് യുദ്ധം ചെയ്യേണ്ടത്? യുദ്ധഭൂമിയിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കണം. വെറുതെ മനുഷ്യരോട് യുദ്ധം ചെയ്ത് നമ്മുടെ എനർജി കളയല്ലേ. അങ്ങനെ കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ യുദ്ധം ചെയ്യുന്ന തിന്മയ്ക്കെതിരായിട്ടാണ്. ഇവിടെ യുദ്ധഭൂമിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ആരുടെ പക്ഷത്താണ്? നീ യുദ്ധഭൂമിയിൽ ആരുടെ പക്ഷത്താണ്? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 30-ാം തിരുവചനം ഒന്ന് വായിച്ചേ. എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. കണ്ടോ, എന്നോട് കൂടെയല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. ചോദ്യം, നീ ആരുടെ കൂടെയാണ്? യുദ്ധഭൂമിയിൽ നീ ആരുടെ കൂടെയാണ്? യേശുവിൻ്റെ കൂടെയാണോ? യേശുവിൻ്റെ കൂടെയാണെങ്കിൽ യേശുവിൻ്റെ ജീവിത മേഖലകളോട് ചേർന്ന് നിൽക്കണം. യേശു നൽകുന്ന കൃപകളോട് ചേർന്ന് നിൽക്കണം. യേശുവിൻ്റെ ചൈതന്യത്തോട് ചേർന്ന് നിൽക്കണം. ഇല്ലെങ്കിൽ എന്തു പറ്റും? നമ്മൾ വീണുപോകും. ശത്രു നമ്മളെ നിരമ്പഴസാക്കി കളയും.
നമുക്ക് ആരും ഇല്ലാണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിന്നെയും പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു യുദ്ധഭൂമിയിലാണ്. നമുക്കൊരു ശത്രുവുണ്ട്, അത് സാത്താനാണ്. വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്യരുത്. വ്യക്തികൾക്കെതിരെ യുദ്ധം ചെയ്ത് നമ്മൾ വെറുതെ ക്ഷീണിക്കരുത്. മറിച്ച് തിന്മയുടെ ദുഷ്ടശക്തികൾക്കെതിരെ യുദ്ധം ചെയ്യണം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. കണ്ണുകളടച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കാലാകാലങ്ങളായി നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ ചില തിന്മകൾ പ്രവേശിച്ചിട്ടുണ്ടാവും. ഈ നിമിഷം ആ തിന്മകളെ സമർപ്പിച്ച്, ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തിയിൽ ആശ്രയിച്ച് ആ തിന്മകൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുന്നു. ദൈവമേ, ആ തിന്മകളെ നിർവീര്യമാക്കണമേ. നമ്മുടെ കുടുംബങ്ങളിൽ കടന്നു വന്നിട്ടുള്ള അനേക തിന്മയുടെ മേഖലകൾ, മനസ്സിൽ തെളിയുന്ന ഓരോ മേഖലകളും, ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ദുരാത്മാവ്, ഒരുപക്ഷെ മയക്കുമരുന്നിൻ്റെ ദുരാത്മാവ്, ഒരുപക്ഷെ അനുസരണക്കേടിൻ്റെ ദുരാത്മാവ്, ഒരുപക്ഷെ വ്യഭിചാരത്തിൻ്റെ ദുരാത്മാവ്, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ ദുരാത്മാവ്, ഒരുപക്ഷെ നുണയുടെ ദുരാത്മാവ്, വാ തുറന്നാൽ ചീത്ത പറയുന്ന ദുരാത്മാവ് നിന്റെ ഉള്ളിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ തിരുരക്തത്താൽ, യേശുവിന്റെ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ആ തിന്മകളെ നിർവീര്യമാക്കി പ്രാർത്ഥിക്കുക. നിനക്കാരോടെങ്കിലും ക്ഷമിക്കാൻ പറ്റാതെ വെറുപ്പിന്റെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? ഒന്നിലും സന്തോഷം കണ്ടെത്താൻ പറ്റാതെ അസ്വസ്ഥതയുടെ, അസംതൃപ്തിയുടെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? മറ്റുള്ളവരോട് കുശുമ്പും കുന്നായ്മയും തോന്നുന്ന അസ്വസ്ഥതയുടെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? ഈ നിമിഷം ആ മേഖലകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പരസ്പരം വഴക്കടിക്കുന്ന വെറുപ്പിന്റെ ദുരാത്മാവ്, ഓർത്തോർത്ത് ദുഃഖിപ്പിക്കുന്ന ദുഃഖത്തിന്റെ ദുരാത്മാവ് നിന്റെ ഉള്ളിലുണ്ടോ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്നെ കുടുക്കിയിടുന്ന ദുരാത്മാവുണ്ടോ? ആ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആ ദുരാത്മാവിനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. തഴക്കദോഷങ്ങളിലേക്ക് നയിക്കുന്ന ദുരാത്മാവ്, ജഡിക ഭാവങ്ങളുടെ ദുരാത്മാവ്, സ്വയം ഭോഗത്തിന്റെ, സ്വവർഗ ഭോഗത്തിന്റെ ദുരാത്മാവ്, അശ്ലീല ചിത്രങ്ങൾ കാണുന്നതിന്റെ ദുരാത്മാവ്, മൊബൈൽ ഫോണിന്റെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ദുരാത്മാവ്, ദൈവവചനം വായിക്കുന്നതിനെതിരെ നിൽക്കുന്ന ദുരാത്മാവ്, നിന്റെ കൃപയെ നശിപ്പിക്കുന്ന ദുരാത്മാവ്, വാ തുറന്നാൽ ചീത്ത മാത്രം പറയുന്ന ദുരാത്മാവ് നിന്റെ ശരീരത്തിലുണ്ടോ? ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ആ തിന്മകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ അഭിഷേകത്തെ ചോർത്തിക്കളയുന്ന ഏത് തിന്മയുടെ ദുരാത്മാവുണ്ട്, ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഒരുപക്ഷെ മടിയുടെ ദുരാത്മാവ്, ഉത്തരവാദിത്വമില്ലായ്മയുടെ ദുരാത്മാവ്, മന്ത്രവാദത്തിന്റെ, മയക്കുമരുന്നിന്റെ ദുരാത്മാവ്, ആഭിചാരത്തിന്റെ ദുരാത്മാവ്, തിന്മയുടെ ദുഷ്ടശക്തികൾക്കെതിരെ ഈ സമയം നീ പ്രാർത്ഥിക്കുക. അനുസരണക്കേടിന്റെ ദുരാത്മാവിനെതിരെ പ്രാർത്ഥിക്കുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നാവ് തുറന്ന്, യേശുവേ, കാൽവരിയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവന്, തിരുരക്തത്തിന്റെ ശക്തിയാൽ, തിരുക്കുരിശിന്റെ ശക്തിയാൽ, യേശുവേ, നിന്റെ നാമത്തിന്റെ ശക്തിയാൽ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടശക്തികൾക്കെതിരെ, ദുഷ്ടശക്തികൾക്കെതിരെ കർത്താവേ, എനിക്കൊരു ആത്മീയ ബലം വേണം. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി, ഒരൊറ്റ വിളി, എന്റെ ഈശോ. വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ദൈവമേ, അത്ഭുത ശക്തി, ജയകോടി എതിർക്കുവിൻ. ആമേൻ, ആമേൻ. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കോടി, ജയകോടി വചനമവാളെടു സേവിക്കുവിൻ, എതിർക്കുവിൻ യേശുവിൻ നാമത്തിൽ. 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എഫേസസ് ലേഖനം 6-ാം അധ്യായം 10 മുതലുള്ള വചനം. അവസാനമായി, കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്.
അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവേൻ. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവേൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്നതിന് വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവേൻ. രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുവേൻ. ആമേൻ, ആമേൻ. ഇത് സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളും സംഭവിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരയ്ക്കുക, സ്വയം വിശുദ്ധീകരിക്കുക, ഈശോയ്ക്ക് നന്ദി പറയുക. കർത്താവെ, കാലാകാലങ്ങളായി ഞങ്ങളുടെ കുടുംബത്തെ, വ്യക്തി ജീവിതത്തെ പീഡിപ്പിക്കുന്ന, ഞങ്ങളുടെ സ്വസ്ഥത കളയുന്ന, സമാധാനം കളയുന്ന ദുഷ്ടശക്തികളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ നമുക്ക് ബന്ധിച്ച് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പിക്കേ, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിയുന്ന കൃപയ്ക്ക് നന്ദി. കർത്താവെ, തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാനുള്ള ബലം നൽകി, ആത്മീയ ബലം നൽകി എന്നെ ബലപ്പെടുന്നതിന് നന്ദി കർത്താവെ, നന്ദി. ദൈവത്തിന് മുമ്പിൽ നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. മുട്ടുകുത്തിക്കേ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചോ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കണം. ഇവിടെ നിന്ന് ലഭിക്കുന്ന അഭിഷേകം നിന്റെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കുന്നതാണ്. നിന്റെ ചിന്തകളെയും നിന്റെ ജീവിത ധാരണകളെയും കർത്താവ് വിശുദ്ധീകരിക്കുകയാണ്. കരങ്ങൾ കൂപ്പിപ്പിടിച്ച്, ഈ വർഷത്തിൽ എൻ്റെ ജീവിതം ഒരു ആത്മീയ പോരാട്ടം, ശത്രുവിനെ തിരിച്ചറിഞ്ഞ് യുദ്ധം ചെയ്യാനുള്ള കൃപ എനിക്ക് വേണം. കർത്താവെ, ഈ കൃപയ്ക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. കർത്താവ്, ഇതെന്നിൽ സംഭവിക്കട്ടെ. ഒരു ആത്മീയ പോരാട്ടം കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആശീർവാദം എനിക്കതിനുള്ള ബലമാണ്. വിശ്വസിക്കുക. കർത്താവ് ഇടപെടുന്ന സമയം നമുക്ക് ഒരുമിച്ച് ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ബാവായിക്കും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കട്ടെ, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയേ, 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 ആശീർവദിക്കണമേ, ഞങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ വീട്, മുന്നോട്ടുള്ള ജീവിത അന്തരീക്ഷം മുഴുവൻ നമ്മൾ പഠിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള വഴികളിൽ നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിക്കാം. ഒരു കാരണവശാലും ഒരു തിന്മയും നമ്മളെ തൊടല്ലേ. നമ്മുടെ വീടും നമ്മുടെ യാത്രകളും നമ്മുടെ ജീവിതം മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു അനുഭവം കർത്താവ് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മുന്നോട്ടുള്ള വഴികളിൽ ഈ അഭിഷേകം നിറഞ്ഞു നിൽക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ പോട്ട ആശ്രമത്തിന് വേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ച്, ബൈബിൾ കൺവെൻഷന് വേണ്ടിയുള്ള ഒരുക്കം നടക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുക. പന്തലൊക്കെ ഉയർന്നു തുടങ്ങി. അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാടും കണ്ണുനീരും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ധ്യാന മന്ദിരത്തിൻ്റെ നമ്മുടെ ശുശ്രൂഷ ഡയറക്ടർ അച്ഛൻ പ്രിയപ്പെട്ട ബിനോയ് ചക്കാനിക്കുന്നൽ അച്ഛന് വേണ്ടി ഒന്ന് പ്രത്യേകം പ്രാർത്ഥിച്ച്, കർത്താവ് ഈ നാളുകളിൽ അച്ഛന് ശക്തമായ ആത്മീയ ബലം നൽകണമേ.
പ്രത്യേകിച്ച് ഈ കൺവെൻഷനോട് ബന്ധപ്പെട്ട് അനേകം വ്യക്തികളെ കർത്താവെ അച്ഛൻ്റെ ശുശ്രൂഷയോട് തോളോട് തോള് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ കർത്താവെ അച്ഛനെ ബലപ്പെടുത്തണമേ, കൂട്ടിച്ചേർക്കണമേ. ആഗ്രഹിക്കാം. ഇതിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളിലും കർത്താവ് ഇടപെടട്ടെ. ഈ പോട്ട ആശ്രമത്തിൽ ഓരോ ശുശ്രൂഷകരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു കാരണവശാലും ഒരു തിന്മയും ഈ ആലയത്തിൽ പ്രവേശിക്കാൻ ഇടവരുത്തരുത്. പ്രാർത്ഥിക്കണം. ഇത് നമ്മുടെ കടമയാണ്. പ്രത്യേകിച്ച് ഇപ്രകാരമുള്ള ബൈബിൾ കൺവെൻഷനൊക്കെ നടത്തുമ്പോൾ പലപ്പോഴും പല പൈശാചിക പീഡകളും കടന്നു വരും, അസ്വസ്ഥപ്പെടുത്തും. പ്രാർത്ഥിച്ചോണം. ഒരു കാരണവശാലും ഒരു തിന്മയും കർത്താവ് ഈ മണ്ണിൽ പ്രവേശിക്കരുത്. പ്രത്യേകിച്ച് ഈ ആലയത്തിലുള്ള എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി, വൈദികർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ആത്മായ ശുശ്രൂഷകർ, അൾത്താരയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന എല്ലാവരെയും, ഗായക സംഘമുണ്ട്, അൾത്താരയിൽ സഹായിക്കുന്ന സിസ്റ്റേഴ്സ്, ശുശ്രൂഷകർ, നമ്മുടെ റിസപ്ഷനിലുള്ള സഹോദരങ്ങളുണ്ട്, ബുക്ക് സ്റ്റാള് സൗകര്യങ്ങൾ നമ്മൾ സമർപ്പിക്കുന്നു. കുമ്പസാരിപ്പിക്കാൻ വരുന്ന വൈദികരുണ്ട്, കുമ്പസാര ശുശ്രൂഷയ്ക്ക് സഹായിക്കുന്നവരുണ്ട്, നമ്മുടെ അടുക്കളയിൽ ശുശ്രൂഷ ചെയ്യുന്നവർ, ഭക്ഷണം പാചകം ചെയ്യുന്നവർ, അവരുടെ കഠിനാധ്വാനം, അവരുടെ ശുശ്രൂഷ കർത്താവെ അനുഗ്രഹിക്കട്ടെ. മധ്യസ്ഥ പ്രാർത്ഥന, നമ്മുടെ കൗൺസിലേഴ്സ് കർത്താവെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വേണ്ടി അക്ഷീണം, അൾത്താര മുതൽ അടുക്കള വരെ പല മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ വ്യക്തിയും അഭിഷേകം പ്രാപിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Ruhaye, Ruhaye, Tina Vaiva.